ചെയ്യാത്ത തെറ്റിന് ഒരാൾ ക്രൂശിക്കപ്പെടുമ്പോൾ, മനസ്സാവാച അറിയാത്ത കാര്യത്തിന് അപമാനിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അങ്ങേറ്റം നടുക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ആദ്യം. ഗത്യന്തരമില്ലാതെ ജീവനൊടുക്കിയ യുവതിയുടെ വാർത്തയിലേക്കാണ് ആദ്യം. മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിച്ചതിൽ മനംനൊന്ത് കാസർഗോഡ് യുവതി ജീവനൊടുക്കിയെന്ന് പരാതി. നാലത്തടുക്ക സ്വദേശി ജസീലയുടെ മരണത്തിലാണ് ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയത്. കുറ്റം അടിച്ചേൽപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെന്നും വനിതാ പോലീസില്ലാതെ ചോദ്യം ചെയ്തെന്നുമാണ് പരാതി. ആദ്യം ഒരു പ്രതികരണത്തിൽ. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറെ ശിക്ഷ വയ്ക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിന്റെ ഉമ്മാന്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കറിയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ആരും ഞാൻ ഏതൊക്കെ ചെക്കുമ്പോഴൊക്കെ എന്നെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊരു പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവര് നിന്റെ ഭാഗത്ത് തന്നെ പെട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാ. എന്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിന്റെ ഉമ്മ ആലൂർ പോലീസ് വിളിപ്പിച്ചിന്. എന്നിട്ട് ഞാനും ഓളും പോയിട്ടാകുമ്പോൾ ഓളിൽ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ കഴിയും. ഞാൻ പൊന്നെടുത്തിട്ടാ എന്നെ പറയുമ്പോൾ പോലീസുകാരോട് പറഞ്ഞ് റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ കഴിയില്ല, നീ എന്നെ അടുത്തിന് ഉള്ളാടെ നിന്നെ കഴിഞ്ഞിട്ട് ബേജാറാക്കി. അപ്പം ഞാനും കേട്ട് പോലീസ് നായിനെല്ലാം കൊണ്ട് നമുക്ക് തെളിയല. അപ്പം പറഞ്ഞ് പോലീസ് നായിനെ കൊണ്ടുവരാൻ കഴിയല, അത് അന്ന് തന്നെ കൊണ്ടുവരണം ചെയ്ത്. പിന്നെ ഓർമ്മ തേടുന്ന ഓണം ഭീഷണിപ്പെടുത്തി. ഈ മെച്ചങ്ങൾക്ക് ഭർത്താവിൻ്റെ ഉമ്മാവും വന്നിന്, പെങ്ങും വന്നിന്. ഓർമ്മത്ത് ഓളെ എന്തെല്ലാം പറഞ്ഞു, എനിക്ക് വേണ്ട ഉള്ളറടി എൻ്റെ റെസ്റ്റ് എടുക്കണമെന്നെല്ലാം പറഞ്ഞ് ഓക്ക് ബേജാറായിട്ട് ആൾ പാപ്പം ആരേതൊരു പറയാറ. അങ്ങനത്തെ പെണ്ണ്. 2 പിള്ളേരുണ്ട്. പിള്ളേർ ഉമ്മ പോയി. 2 കുട്ടികളുടെ അമ്മയാണ് ജസീല. പക്ഷെ ആരും ആ പാവത്തിനെ കേട്ടില്ല, നേരെ അറിയാൻ നോക്കിയില്ല. കള്ളി എന്ന ചാപ്പ ചുമത്താനായിരുന്നു, ചാപ്പ ചാർത്താനായിരുന്നു ആൾക്കാർക്ക് തിടുക്കം. അതിൽ സ്വന്തം ഭർത്താവും ഭർത്തൃ വീട്ടുകാരും അടക്കമുണ്ടായിരുന്നു. കുറ്റം ചുമത്താൻ, കുറ്റം തലയിലാക്കാൻ പോലീസിനും വല്ലാത്ത വ്യഗ്രതയാണെന്ന് ആക്ഷേപമടക്കം കുടുംബം ഉന്നയിക്കുന്നു. എന്തായാലും പോലീസ് വീഴ്ചയുണ്ടെങ്കിൽ അതിന് അന്വേഷണം വേണം. അതിനപ്പുറത്തേക്ക് അപമാനിച്ചില്ലാതാക്കിയ ജീവന് മറുപടി ഉണ്ടാകണം, ഉത്തരവാദിത്തം ഉണ്ടാകണം. അരുൺ പാറക്കൽ കാസർഗോഡ് എന്ന വിശദാംശങ്ങളുമായി ചെയ്യുന്ന അരുൺ, അങ്ങേറ്റം നടക്കുന്നൊരു സംഭവമാണ്. ഇതിന്റെ നിലവിലെ കേസ് സ്റ്റാറ്റസ് എന്താണ്? പോലീസിനെതിരെ വലിയ രീതിയിൽ ആരോപണമുണ്ട്. വനിതാ പോലീസില്ലാതെ ചോദ്യം ചെയ്യുന്നു. നെല്ലും പതിനും അറിയുമ്പോൾ ഒരു യുവതിയെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്താൽ തന്നെ സ്വാഭാവികമായും നാട്ടുകാർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാകും. ആ കള്ളി എന്ന ചാപ്പ ചാർത്തുന്നതിൽ പോലീസിന്റെ പങ്കും ചെറുതല്ല. ഒരാഴ്ച മുൻപാണ് മാസ്തിക്കുണ്ടിലെ ഭർത്തൃ വീട്ടിൽ നിന്ന് നാലത്തടുക്കയിൽ സ്വന്തം വീട്ടിലേക്ക് ജസീല എത്തുന്നത്. തുടർന്ന് അവിടെ വെച്ച് ഈ വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ 20-ാം തീയതി രാത്രിയോടുകൂടി ജസീലയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന് പുറകിലുള്ള കഥ ഇതാണ്. ജസീലയുടെ ഭർത്താവ് വിദേശത്താണ്, 2 മക്കളുണ്ട്, ഭർത്തൃ വീട്ടിലാണ് താമസം. ഇതിനിടയിൽ ജസീലയുടെ ഒരു സുഹൃത്ത്, ഒരു ആൺ സുഹൃത്തുണ്ട്, ഈ ബോവിക്കാനം സ്വദേശിയാണ്. ഈ ഭർത്തൃ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ആൺ സുഹൃത്തിന്റെ വീടും. ആ വീട്ടുകാരുമായി ജസീല നല്ല സൗഹൃദത്തിലായിരുന്നു. ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ജസീല പോകാറുണ്ട്. അത്രത്തോളം അടുപ്പം ആ വീട്ടുകാരുമായി ഉണ്ടായിരുന്നു. ഈ ആൺ സുഹൃത്തിന് വേണ്ടി 2.5 പവൻ സ്വർണം, ജസീലയുടെ 2.5 പവൻ സ്വർണം ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നൽകിയിരുന്നു. അത് ജസീല തിരിച്ചു ചോദിച്ചു. ആ തിരിച്ചു ചോദ്യത്തിലുള്ള പ്രതികാരമാണ് ഇത്തരത്തിൽ 9.5 പവൻ സ്വർണം, ആൺ സുഹൃത്തിന്റെ മാതാവിന്റെ 9.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ ജസീല മോഷ്ടിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ കാരണമെന്നാണ് ജസീലയുടെ കുടുംബം ആരോപിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജസീലയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ജസീലയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ജസീലയെ ഈ പ്രദേശത്ത്, അതായത് മാസ്തിക്കുണ്ടിലും ബോവിക്കാനത്തുമൊക്കെ ജസീല മോഷണ കുറ്റം ചെയ്ത ഒരു മോഷ്ടാവായി ആൺ സുഹൃത്തിന്റെ കുടുംബവുമൊക്കെ ചിത്രീകരിച്ചു എന്നാണ് ജസീലയുടെ ആ വീഡിയോ ദൃശ്യങ്ങളിലുള്ളത്. ജസീലയുടെ കുടുംബം ഉന്നയിക്കുന്ന പരാതിയും അതാണ്. അതിൽ ആദൂർ പോലീസിന് എതിരെ വരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് വനിതാ പോലീസില്ലാതെ സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ പോലീസ് അതിന് നൽകുന്ന വിശദീകരണം ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ ചെയ്തത്. അതിനൊരു വനിതാ പോലീസിന്റെ ആവശ്യമില്ല. വനിതാ പോലീസ് സ്റ്റേഷനിലുണ്ട്. പക്ഷേ ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് വനിതാ പോലീസ് വേണമെന്ന് നിർബന്ധമില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ജസീല പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്നും ഈ ജസീലക്കെതിരായ പരാതിയിൽ കഴമ്പില്ലെന്നും മനസ്സിലായതോടുകൂടി ജസീലയെ വിട്ടയച്ചു എന്നുകൂടി പോലീസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രിലിമിനറി എൻക്വയറിക്ക് വേണ്ടി ഈ പരാതി നീക്കിവെച്ചു. അതിന് ഡിവൈഎസ്പിയുടെ അനുമതി വേണം. തെരഞ്ഞെടുപ്പ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട നിലവിലെ ഡിവൈഎസ്പി സ്ഥലം മാറിപ്പോയതിനാൽ
പകരം ഡിവൈഎസ്പി വന്നതിന് ശേഷം മാത്രമേ ഈ പ്രിലിമിനറി എൻക്വയറി മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഇത് കാലതാമസം വന്നതെന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ ജസീലയുടെ മരണത്തിന് ശേഷം ജസീലയുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ ജസീലയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ആദൂർ പോലീസിനെതിരെയും പരാതിയുണ്ട്. ഒപ്പം ഈ ആൺസുഹൃത്തിന്റെ മാതാവിനെതിരെയും പരാതിയുണ്ട്. അതിലിപ്പോൾ അന്വേഷണം നടക്കുകയാണ്. സുഹൈൽ, എന്തായാലും കള്ളി എന്ന് വിളിച്ച് മാലോകരെല്ലാം ജസീലയെ അപമാനിച്ചു. നേരെ അവൾ ഒരുപാട് തവണ പറഞ്ഞു, ചെയ്തിട്ടില്ലെന്ന സത്യം ഒരുപാട് തവണ വെളിപ്പെടുത്തി. കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കേൾക്കാൻ ആരുമില്ലാത്ത ഈ നാട്ടിൽ അവൾ ജീവിക്കാനും തയ്യാറായില്ല. ഗത്യന്തരമില്ലാതെ അവൾ ആത്മഹത്യ ചെയ്തു. അപമാനിച്ചവരാരായാലും ഉത്തരവാദികൾ ആരായാലും കടുത്ത നടപടി ഉണ്ടാകണം. പോലീസ് വീഴ്ചയിലും സമഗ്ര അന്വേഷണം ഉണ്ടാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.